നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ജനപ്രതിനിധി അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ജനങ്ങൾ സ്വന്തം വോട്ടിലൂടെ തിരഞ്ഞെടുത്തത് അവരുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജനപ്രതിനിധി യഥാർത്ഥത്തിൽ ആരാണ്? ജനങ്ങളുടെ ശബ്ദം, പൊതുജനങ്ങളുടെ ശബ്ദം, ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആയി സർക്കാരിൽ എത്തിക്കേണ്ടവനാണ്. അദ്ദേഹം ഒരു വഴികാട്ടിയാണ്. പ്രദേശത്തെ വികസനത്തിനും പൊതുതാൽപര്യത്തിനും നേതൃത്വം നൽകേണ്ടവനാണ്. നിയമനിർമ്മാണത്തിൽ പങ്കാളി അദ്ദേഹം ആയിരിക്കണം. ജനങ്ങൾക്കായി നിയമങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടാവണം. ജനങ്ങൾക്ക് മുമ്പിൽ തൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇന്ത്യയിൽ സാധാരണ ജനപ്രതിനിധികളുടെ തലങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരും സംസ്ഥാന നിയമസഭയിലെ ജനപ്രതിനിധികളായ MLA, പാർലമെൻറ്റിലെ ജനപ്രതിനിധികളായ MP എന്നിവരും ആണ്. ഒരു നല്ല ജനപ്രതിനിധിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളോടുള്ള വിശ്വാസ്യതയും ഉത്തരവാദിത്വവും സേവ മനോഭാവവും സത്യസന്ധതയും വികസനത്തിനുള്ള ദർശനവും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സും പൊതുജന താൽപ്പര്യത്തിന് മുമ്പിൽ വയ്ക്കുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണ്. ഒരു ജനപ്രതിനിധി പേരിൽ മാത്രമല്ല പ്രതിനിധി ആയിരിക്കേണ്ടത്. അദ്ദേഹം ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും പ്രതീക്ഷകളുടെയും യഥാർത്ഥ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കേണ്ട ചില പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഖ്യമായും സത്യസന്ധതയും ആത്മാർത്ഥതയും അദ്ദേഹത്തിനുണ്ടാകണം. ജനങ്ങൾക്ക് മുന്നിൽ നൽകിയ വാക്കുകൾ പാലിക്കുക, സ്വന്തം ലാഭത്തിനേക്കാൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക, അഴിമതിയിൽ നിന്നും സ്വാർത്ഥ തീരുമാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന മനസ്സുണ്ടാകുക, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എത്തി നേരിട്ട് അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും ശ്രദ്ധയോട് കേട്ട് പരിഹാരം തേടുക, എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണുക, ദൂരദൃഷ്ടിയും പ്രായോഗിക കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടാകണം. 5 വർഷത്തിനുള്ളിൽ മാത്രമല്ല 20 മുതൽ 30 വർഷത്തിനുള്ളിലുള്ള വികസന കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടാകണം. വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സ്ഥിരമായ മാറ്റം കൊണ്ടുവരുവാനുള്ള പദ്ധതികളും തയ്യാറാക്കേണ്ടതാണ്. ധൈര്യവും ഉത്തരവാദിത്വ ബോധവും കൈമുതലായി വേണം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏത് വേദിയിലും അദ്ദേഹം ശക്തമായിട്ട് സംസാരിക്കേണ്ടത്. വിമർശനങ്ങളെ പേടിക്കാതെ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. തെറ്റായാൽ തുറന്ന് സമ്മതിക്കാൻ ധൈര്യമുണ്ടാകുകയും വേണം. സ്വയം മാതൃകയായി നിലകൊള്ളണം. പൊതുജീവിതത്തിൽ നിയമവും ശുചിത്വവും പാലിക്കുക. പൊതുധനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാതെ സൂക്ഷ്മതയോടെ ചിലവഴിക്കുക. സാധാരണ ജനങ്ങളുടെ ജീവിത രീതിയോട് അടുത്തു നിൽക്കുക. ഒരു ജനപ്രതിനിധി കർശനമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായ നിലപാട് പാലിക്കാതിരിക്കരുത്. കോഴ വാങ്ങൽ കുറ്റകൃത്യമാണ്. ഇന്ത്യയിലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം പൊതുപ്രവർത്തകർക്ക് വ്യക്തിപരമായ ലാഭത്തിനായി അധികാരം ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹവുമാണ്. പിടിക്കപ്പെട്ടാൽ തടവും പിഴയും ഒരുമിച്ച് ലഭിക്കാം. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കോഴ വാങ്ങി സ്വന്തം കീശ വീർപ്പിക്കൽ, അതായത് അഴിമതി, മൊത്തത്തിൽ തെറ്റാണ്. മാത്രമല്ല അത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. ജനങ്ങൾ വിശ്വാസത്തോടെ അധികാരം നൽകുന്ന ഒരു അവസ്ഥയിൽ സ്വാർത്ഥത ലാഭത്തിനായി ഉപയോഗിക്കുന്നത് വഞ്ചനയും കൂടിയാണ്. രാഷ്ട്രീയത്തെ സേവനം എന്നതിൽ നിന്ന് ബിസിനസ്സാക്കുന്ന പ്രവണതയാണ് ഇതിലൂടെ വളരുന്നത്. പൊതുപണം സ്വകാര്യ കീശയിലേക്ക് പോകുന്നത് ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ തുടങ്ങിയ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതും എല്ലാം വളരെ കുറ്റകരമാണ്. അഴിമതി സമൂഹത്തിൽ അസമത്വവും നിരാശയും വളർത്തുന്നു. പണം കൊടുത്താൽ മാത്രം ജോലി നടക്കുമെന്ന ധാരണ സാധാരണ ജനങ്ങളിൽ ഉറച്ചുപോകുന്നു. അധികാരത്തിലെത്തിയാൽ പണം മുടക്കിയും പിന്നെ ആ പണം തിരികെ പിടിച്ചെടുക്കാൻ കോഴ വാങ്ങുകയും ചെയ്യുന്ന രീതികൾ യുവജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. അത് ഭാവിയിൽ തലമുറയ്ക്ക് മോശം മാതൃകയും കൂടിയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നിയമവിരുദ്ധവും അനീതികരവുമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനങ്ങൾ സ്വാർത്ഥ ലാഭത്തിനായി ഒരിക്കലും ഉപയോഗിക്കരുത്. ജനാധിപത്യത്തെ തന്നെ കുഴിച്ചുമൂടുന്ന ഒരു പ്രവൃത്തിയാണ് അത്.
സത്യസന്ധവും ഉത്തരവാദിത്വവുമുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കാതെ അഴിമതിയില്ലാത്ത ഭരണ സംവിധാനം സാധ്യമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുന്നവൻ തന്നെയാണ് ജനപ്രതിനിധി. ഒരു ജനപ്രതിനിധി കുറ്റം ചെയ്താൽ ജനങ്ങൾ ആരോട് പോയി പരാതിപ്പെടും? ജനപ്രതിനിധികളായ MLA, MP, പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ തുടങ്ങിയവർ നിയമം ലംഘിച്ചാൽ സാധാരണ പൗരന്മാർക്ക് പരാതി നൽകാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പോലീസ് അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻ്റ് ആണ് ജനങ്ങൾക്കുള്ള ഒരാശ്രയം. സാധാരണ കുറ്റകൃത്യങ്ങൾ, കറപ്ഷൻ അല്ലാത്ത ക്രിമിനൽ ഒഫൻസസ്, വയലൻസ്, ചീറ്റിംഗ്, ഫ്രോഡ് തുടങ്ങിയവ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യാം. IPC പ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. മറ്റൊന്ന് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ്. അഴിമതി, സ്വാധീനം, ദുരുപയോഗം, കോഴവാങ്ങൽ തുടങ്ങിയ കേസുകളിൽ വിജിലൻസ് വകുപ്പ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലാണ് നമ്മൾ പരാതി നൽകേണ്ടത്. ജനപ്രതിനിധി തിരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് സമീപിക്കാം. MLAക്കെതിരെ നമ്മൾ പരാതി ഉന്നയിക്കാനാകുന്നത് സ്പീക്കർ മുഖേനയും MPക്കെതിരെ ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭാ സ്പീക്കർ മുഖേനയുമാണ്. ഗുരുതരമായ ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവർക്ക് നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും. ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് നടപടി ആവശ്യപ്പെടാം. ക്രിമിനൽ കുറ്റങ്ങൾക്കായി ജുഡീഷ്യൽ സിസ്റ്റം വഴിയും പരാതി നൽകാം. ആവശ്യമെങ്കിൽ ലോകായുക്ത, ഓംബുഡ്സ്മാൻ എന്നിവരെയും ജനങ്ങൾക്ക് സമീപിക്കാം. ചില സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ, ലോകായുക്ത ജനപ്രതിനിധികൾക്കെതിരായ അഴിമതി, അധികാര ദുരുപയോഗം തുടങ്ങിയ പരാതികൾ സ്വീകരിക്കുന്നു. ഇവർ കുറ്റം ചെയ്താൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. സാധാരണ ആളുകൾക്ക് എങ്ങനെ നിയമം ബാധകമാണോ അതുപോലെ ജനപ്രതിനിധികൾക്കും നിയമം ബാധകമാണ്. വ്യത്യാസം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയതിനാൽ ഇലക്ഷൻ കമ്മീഷൻ, സ്പീക്കർ, ലോകായുക്ത പോലുള്ള അധിക സ്ഥാപനങ്ങളും പരാതികൾ പരിശോധിക്കാൻ അധികാരമുള്ളവരായിട്ട് ഇരിക്കും. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണ് എന്നും എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ ഇത് ഇവിടെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.